Good morning. Welcome to the next session of the chapter relation and function. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുന്നു പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി ബി പാർട്ട് നമുക്ക് നോക്കാം. ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ബി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും അവ തമ്മിലുള്ള ഓപ്പറേഷൻ എങ്ങനെയാണ്? ബൈനറി ഓപ്പറേഷൻ എങ്ങനെയാണ്? എ പ്ലസ് ആദ്യം വരുന്ന എലമെൻറ്റിൻ്റെ കൂടെ പിന്നെ ഈ രണ്ട് എലമെൻറ്റിൻ്റെ പ്രോഡക്റ്റ് സം ചെയ്യുക എന്ന് നോക്കാം. ആദ്യം വരുന്ന എലമെൻറ്റ് എഴുതുക പ്ലസ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റ്. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ബി ആണ്. അപ്പോൾ ബി സ്റ്റാർ എ നോക്കി അങ്ങനെ എഴുതാം. ആദ്യം വരുന്ന എലമെൻറ്റ് എഴുതിയ ബി എ. സോ എ പ്ലസ് എ ബി. ഇവിടെയാണെങ്കിൽ ബി പ്ലസ് ബി എ. ഇവിടെ എ ബിയും ബി എയും ഈക്വൽ ആണ്, പക്ഷേ എയും ബിയും ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ. അതുകൊണ്ട് എന്താണ്? സ്റ്റാർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് അല്ല. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കാം. ഇപ്പോൾ ബ്രാക്കറ്റുകളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം എ സ്റ്റാർ ബി സ്റ്റാർ സി. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എങ്ങനെ പറയാം? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കൂടെ ബിയുടെ കൂടെ ബി സി ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിപ്പം എ സ്റ്റാർ ബി ആണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റിലൂടെ പ്രോഡക്റ്റ് സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ടു എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ എ പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് ബി സി എന്ന്. അപ്പോൾ നമുക്കിതിനെ എഴുതുമ്പോൾ എ പ്ലസ് എ ഇൻറ്റു ബി എ ബി പ്ലസ് എ ഇൻറ്റു ബി സി എ ബി സി. ഇനി തിരിച്ച് എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കാം. അസോസിയേറ്റിവിറ്റിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് രണ്ട് ഈക്വൽ പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അസോസിയേറ്റീവ് ഉണ്ടെന്ന് പറയാം. ഇത് എഴുതുമ്പോൾ നമുക്ക് എഴുതുന്നത് ഫസ്റ്റ് എലമെൻ്റ് എഴുതുന്നു. നമുക്ക് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇതാണ് ബ്രാക്കറ്റിലുള്ളത്. അതിൻ്റെ ഓപ്പറേഷൻ എഴുതുമ്പോൾ എ പ്ലസ് എ ബി എന്നാണ് എഴുതുന്നത്. സ്റ്റാർ സി എന്ന്. ഇനി ഇവിടെ ഇതൊരു എലമെൻ്റായിട്ട് കരുതി സെക്കൻഡ് എലമെൻ്റായിട്ട് കരുതിയാൽ നമ്മൾ എഴുതുന്ന ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് ദാറ്റ് ഈസ് എ പ്ലസ് എ ബി പ്ലസ് പിന്നെ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ദാറ്റ് ഈസ് എ ഇൻറ്റു എ ബി ഇൻറ്റു സി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിനെ എഴുതുമ്പോൾ എ പ്ലസ് എ ബി പ്ലസ് എ ഇൻറ്റു സി എ സി പ്ലസ് എ ബി ഇൻറ്റു സി എ ബി സി. അപ്പോൾ നമ്മളെ ഈ രണ്ട് പ്രോഡക്റ്റ് ഒന്ന് നോക്കി. ഇത് എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. എ ബി ഉണ്ട്, ഇവിടെ എ ബി ഉണ്ട്. എ ബി സി ഉണ്ട്, പക്ഷേ ഇവിടെ എ സി. അതിൽ എന്താ മനസ്സിലാക്കാം? ഇത് നോട്ട് ഈക്വൽ ആണ്. ദാഫോർ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദാഫോർ സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ് എന്ന് വിളിക്കും. അപ്പോൾ സ്റ്റാർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്, നോട്ട് അസോസിയേറ്റീവ്. ഇനി നമുക്കിവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമുക്ക് നോക്കാം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ. ഇങ്ങനെ വേണം വരാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി ടു എലമെൻറ്റ്സ്. ദാറ്റ് മീൻസ് എ പ്ലസ് എ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ പ്ലസ് ഇ എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ നമുക്ക് നോക്കാം. ഇവിടെ എ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് സി എന്ന് കിട്ടും. ഇവിടെ ഈ കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ വരത്തക്ക രീതിയിൽ നമുക്ക് ഒരിക്കലും ഒരു എ ഇവിടെ എ കിട്ടണം. ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്താലും എ കിട്ടണം, ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്താലും എ കിട്ടണം. അങ്ങനെ ഒരിക്കലും നമുക്കൊരു എലമെൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് നമുക്ക് തന്നെ പറയാം. ദർ ഈസ് നോ ഐഡൻറ്റിറ്റി എലമെൻറ്റ് which is not possible എന്ന് നമുക്ക് പറയാം. ഇവിടെ which is not possible. Therefore there is no identity element in Q star. ഈ സെറ്റിലെ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് ഒരു ഐഡന്റിറ്റി എലമെന്റ് ഇല്ല എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സി പാർട്ട് നോക്കാം. സി പാർട്ടിലെ ഉള്ള ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ എ സ്റ്റാർ ബി സിക്കൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് എലമെന്റിന് സെക്കൻഡ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുക. എങ്ങനെയാണ് ഈ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സി പാർട്ട് എടുത്താൽ ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് എലമെന്റ് മൈനസ് സെക്കൻഡ് എലമെന്റ് ഓഫ് ഹോൾ സ്ക്വയർ. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചും പറയാം. ബി മൈനസ് ഏതാ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഇതെന്താണ് ഈ എഴുതിയിരിക്കുന്നത്? ബി സ്റ്റാർ എ ആണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി മൈനസ് ഏതാ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഈക്വലായിട്ട് വരും. സോ എ സ്റ്റാർ ബി സികൾ ബി സ്റ്റാർ എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഉടനെ എന്നാ പറയാം? സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. ഇനി അസോസിയേറ്റിവിറ്റി നോക്കാം. അസോസിയേറ്റീവ് നോക്കണമെങ്കിൽ 3 എലമെന്റ്സ് വേണം. അപ്പോൾ നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി എടുക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റിനുള്ള ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് കുറച്ച് ടൈംസ് സ്ക്വയർ എടുക്കാനാണ്. അപ്പോൾ സോ ബി മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ. ഇത് വീണ്ടും നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻ എടുക്കും. ഫസ്റ്റ് എലമെന്റിൽ നിന്ന് സെക്കൻഡ് എലമെന്റ് കുറയ്ക്കുക. എ മൈനസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയറിന്. അപ്പോൾ ഇവിടെ എ മൈനസ് ബി മൈനസ് സി. ഇപ്പം നമുക്ക് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് കുറയ്ക്കുമ്പോൾ ബി മൈനസ് സി ദ ഹോൾ സ്ക്വയറിന് വരും. ഇങ്ങനെയാണ്. അപ്പം ഫസ്റ്റ് എലമെന്റിന് സെക്കൻഡ് എലമെന്റ് കുറയ്ക്കുക. അപ്പം ഇത് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് ആണ്. എ മൈനസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് ഹോൾ സ്ക്വയർ വിടണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയുണ്ട്. പിന്നെ തിരിച്ച് നമുക്ക് എടുക്കാം. എ സ്റ്റാർ ബി സ്റ്റാർ സി തിരിച്ചെടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ആദ്യമേ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എക്സ്പ്രഷൻ എഴുതുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ സ്റ്റാർ സി ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ എടുക്കുക. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് എലമെന്റിൽ നിന്ന് സെക്കൻഡ് എലമെന്റ് കുറയ്ക്കുക. ദാറ്റ് ഈസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് സി ദ ഹോൾ സ്ക്വയർ. ഇതൊന്ന് ഇത് രണ്ടായിട്ട് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ എപ്പോഴും വ്യത്യാസം കാണും. ഇതൊരിക്കലും ഈക്വൽ ആകുകയില്ല. ഈ രണ്ട് എക്സ്പ്രഷൻ വ്യത്യാസമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാ പറയാം? ഫ്രം 1 and 2 സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. അപ്പം കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷെ അസോസിയേറ്റീവ് ഇല്ല. ഇനി ഐഡന്റിറ്റി എലമെന്റ് നോട്ടോ നോക്കാം. നമ്മൾ പറയുകയാണ് ലെറ്റർ ഇ ബി ദ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ സ്റ്റാർ ഇ സിക്കൽ ടു എ സിക്കൽ ടു ഇ സ്റ്റാർ എന്ന് പറയും. ഇതായിരിക്കും ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്റ്റാർ ഇ എന്ന് പറയുമ്പോൾ എ മൈനസ് സി ദ ഹോൾ സ്ക്വയർ സിക്കൽ ടു എ സിക്കൽ ടു ഇ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ പറഞ്ഞാൽ എ മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഇ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എടുക്കണം. അത് രണ്ടും തുല്യമാണ്. കൂടാതെ ഏതോട് തുല്യമാകണം? എയോട് തുല്യമാകണം. അങ്ങനെ നമുക്ക് പോസിബിൾ അല്ല എന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് തന്നെ പറയാം, therefore there is no identity element in Q star. ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇതാണ്. എ സ്റ്റാർ ബി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, നോട്ട് അസോസിയേറ്റീവ്, ആൻഡ് ദർ ഇസ് നോ ഐഡന്റിറ്റി എലമെന്റ്. Look at the 6th question. Let A be n cross n natural number ആണ്, and star be a binary operation on it. ഈ എയിലെ ഉള്ള ബൈനറി ഓപ്പറേഷൻ ആണ് എയിലെ സ്റ്റാർ എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്തിരിക്കുന്ന എ ഓർഡേഡ് പെയർ എ ബി സ്റ്റാർ ഓർഡേഡ് പെയർ സി ഡി സിക്കൽ ടു എ പ്ലസ് സി ബി പ്ലസ് ഡി. അതായത് നമ്മൾ രണ്ട് ഓർഡേഡ് പെയർ എടുത്ത് അതിൻ്റെ ബൈനറി ഓപ്പറേഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് എലമെന്റിന് സമാധി എഴുതണം. ഫസ്റ്റ് ഈ ഓർഡേഡ് പെയറിന്റെ ഫസ്റ്റ് എലമെന്റ് sum of the first elements, and second element of this ordered pair is the sum of the second elements, that is a plus c b plus d. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അത് അസോസിയേറ്റീവ് ആണെന്നാണ് ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തെ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് തന്നെ n ക്രോസ് n ആണ്. n ക്രോസ് n ആണ്. അപ്പോൾ സ്റ്റാർ എയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. സ്റ്റാർ ഇപ്പോഴും എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കായിരിക്കും എപ്പോഴും ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കായിരിക്കും സ്റ്റാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ എ എന്ന് പറഞ്ഞാൽ തന്നെ n ക്രോസ് n ആണ്. അപ്പം n ക്രോസ് n ൽ നിന്ന് നമുക്കിതിനെ n ക്രോസ് n, അതായത് എ കാണുന്നിടത്തെല്ലാം നമ്മൾ n ക്രോസ് n നമുക്ക് എഴുതും. എ എന്ന് പറഞ്ഞാൽ തന്നെ n ക്രോസ് n ആണ് കേട്ടോ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ തന്നെ n ക്രോസ് n ആണ്. അപ്പോൾ അത് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? n ക്രോസ് n-ലേക്ക് തന്നെയാണ്. അതായത് അപ്പോൾ ഈ n ക്രോസ് n എന്ന് പറഞ്ഞാൽ അതിലെ എലമെന്റ്സിന്റെ ഫോം എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ ആണ്. ഇവിടെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ ഡിഫൈൻഡ് ബൈ ആണ്. ഓർഡേർഡ് പെയർ സി ഡി ഈക്വൽ ടു എ പ്ലസ് സി കോമ ബി പ്ലസ് ബി. ഇങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, n ക്രോസ് n-ലെ എലിമെന്റ് ആയതുകൊണ്ട് നമ്മൾ ഓർഡേർഡ് പെയർ എടുത്തു. ഇവിടെ n ക്രോസ് n-ലെ ആണ് ഓർഡേർഡ് പെയർ സി ഡി എടുത്ത്. എന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതും ഒരു n ക്രോസ് n ആയതുകൊണ്ട് അതിൻ്റെ എലിമെന്റ് ഓർഡേർഡ് പെയർ തന്നെയാണ്. അപ്പോൾ ഇവിടെ എ തന്നെ n ക്രോസ് n ആയതുകൊണ്ടാണ് അതിൻ്റെ എലിമെന്റ്സ് എല്ലാം ഓർഡേർഡ് പെയർ ആയിട്ട് വന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എ സ്റ്റാർ ബി സികൾ ബി സ്റ്റാർ എന്ന് സാധാരണ എല്ലാ കുട്ടികളും അങ്ങനെ തെറ്റിക്കാറുണ്ട്. ഇവിടെ രണ്ട് എലമെന്റ് എ സ്റ്റാർ ബി അല്ല എടുക്കേണ്ടത്. ഇവിടുത്തെ എലമെന്റ് തന്നെ ഓർഡേർഡ് പെയേഴ്സ് ആണ് കേട്ടോ. എ തന്നെ n ക്രോസ് n-ന്റെ റിസൾട്ടും ഓർഡേർഡ് പെയർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് സമ്മ് സെക്കൻഡ് എലമെന്റ് സമ്മ്. ഇങ്ങനെയാണ് ഈ ഓർഡേർഡ് പെയർ വരുന്നത്. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു എഴുതാം. സി പ്ലസ് സി എ ഡി പ്ലസ് ബി എന്ന് എഴുതാം. എ പ്ലസ് സി ആണ് സി പ്ലസ് എ, ബി പ്ലസ് ഡി ആണ് ഡി പ്ലസ് ബി. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെയും പറയാം, സി ഡി സ്റ്റാർ എ ബി. ശരിയല്ല? എനിക്ക് ഫസ്റ്റ് എലമെന്റ് സമ്മ് സി പ്ലസ് എ, സെക്കൻഡ് എലമെന്റ് സമ്മ് ഡി പ്ലസ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എ ബി സ്റ്റാർ സി ഡി ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ ഓർഡേർഡ് പെയർ സി ഡി ഈസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി ഡി സ്റ്റാർ ഓർഡേർഡ് പെയർ എ ബി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അപ്പോൾ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇവിടുത്തെ എലമെന്റ്സ് എല്ലാം ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറഞ്ഞാലാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഓർഡേർഡ് പെയേഴ്സ് എല്ലാം എടുക്കാൻ കാര്യം? കാരണം എ എന്ന് പറയുന്നത് തന്നെ n ക്രോസ് n ആണ്. അതിലെ എലമെന്റ്സ് എപ്പോഴും ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കും. ഇതിന്റെ എലമെന്റ് ഓർഡേർഡ് പെയർ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ എലമെന്റ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറും എയും ബിയും എടുക്കരുത്, ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് എടുക്കാവൂ. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അസോസിയേറ്റിവിറ്റി ഇതിനുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 എലമെന്റ്സ് എടുക്കണം. അപ്പം കമ്മ്യൂട്ടേറ്റിവിറ്റിക്ക് 2 എലമെന്റ് ആണ് എടുക്കുന്നത്. അപ്പം 3 എലമെന്റ് അസോസിയേറ്റിവിറ്റിക്ക് എടുത്താൽ ഇവിടെ സ്റ്റാർ ഇ എഫ് ഒന്നും കൂടെ കൊടുക്കാം. 3 എലമെന്റ്സ് എടുക്കും. ഓർഡേർഡ് പെയേഴ്സ് എടുക്കേണ്ട കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ബ്രാക്കറ്റിൽ ഇങ്ങനെ വന്നിട്ടിട്ട് നമുക്ക് അസോസിയേറ്റിവിറ്റി ഒന്ന് ചെക്ക് ചെയ്താൽ എ ബി ആദ്യം അതുപോലെ തന്നെ എഴുതി സ്റ്റാർ. ഇതിൻ്റെ എലിമെന്റ് ഓപ്പറേഷൻ എങ്ങനെയാണ് ബൈനറി ഓപ്പറേഷൻ വരുന്നത്? ഫസ്റ്റ് എലിമെന്റിന്റെ സമ്മ് ദാറ്റ് ഈസ് സി പ്ലസ് സി, സെക്കൻഡ് എലിമെന്റ്സിന്റെ സമ്മ് ഡി പ്ലസ് എഫ് ഉണ്ട്. ഇത് ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതൊരു എലമെന്റ്, ഇത് എലമെന്റാണ്. അപ്പോൾ അതിന്റെ ബൈനറി ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? സം ഓഫ് ദി ഫസ്റ്റ് എലമെന്റ്സ് ദാറ്റ് ഈസ് എ പ്ലസ് സി പ്ലസ് സി. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഇവിടുത്തെ സി പ്ലസ് സി ആണ്. സോ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദിസ് ഓർഡേർഡ് പെയർ ഫൈനൽ റിസൾട്ട് ഈസ് എ പ്ലസ് സി പ്ലസ് സി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബി പ്ലസ് ഡി പ്ലസ് എഫ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ അസോസിയേറ്റിവിറ്റിയുടെ ഒരു റിസൾട്ട്. അങ്ങനെയായിട്ട് തിരിച്ച് നമുക്ക് നോക്കാം. എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ്. ആദ്യത്തെ 2 എലമെന്റ് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അസോസിയേറ്റിവിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത പോലെ എ പ്ലസ് സി ഫസ്റ്റ് എലമെന്റ് സമ്മ്, ബി പ്ലസ് ഡി സെക്കൻഡ് എലമെന്റ് സമ്മ്. ഇതായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയും സ്റ്റാർ ഇ എഫ്. അപ്പോൾ വീണ്ടും ഇതൊരു ഓർഡേർഡ് പെയർ ആണെങ്കിൽ അതിൻ്റെ ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എ പ്ലസ് സി, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എ പ്ലസ് സി, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഇ ആണ്. എ പ്ലസ് സി പ്ലസ് ഇ ആണ്. ഇവിടെയാണ് ബി പ്ലസ് ഡി പ്ലസ് എഫ് ഉണ്ട്. സോ ലുക്ക് അറ്റ് 1 and 2.
they are the same. ഇതിൽ നമുക്ക് എന്നാ പറയാൻ സാധിക്കും? From 1 and 2 we can say star is associative. അപ്പോൾ ഇത് സ്റ്റാർ എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഫൈൻഡ് ദ ഐഡന്റിറ്റി എലമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഐഡന്റിറ്റി എലമെന്റ് നമുക്ക് ഇവിടെ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ചോദ്യത്തിനകത്ത് തന്നെ നോക്കണം, ഫൈൻഡ് ദ ഐഡന്റിറ്റി എലമെന്റ് ഈ ഫെനി എന്നാണ് ചോദിച്ചത്. ഈ ഫെനി എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഇല്ലായിരിക്കാനാണ് സാധ്യത കൂടെ, നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണ്, സപ്പോസ് ബി പാർട്ട് എടുക്കാം, ഇതേ പാർട്ടായിരുന്നു. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കുണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് E1 E2 നമുക്കറിയാം ഓർഡേർഡ് പെയർ ആണ് ഇതിലെ എലിമെന്റ്സ് എല്ലാം, അതുകൊണ്ട് E1 E2 നമ്മൾ എടുക്കുകയാണ്. ഇസ് ദ ഐഡന്റിറ്റി എലമെന്റ്. E1 E2 ഇതിന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഞാനിപ്പം നമ്മൾ പഠിച്ച എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ പറയുമ്പോഴത്തേക്കിന് ഓർഡേർഡ് പെയർ ആയിട്ട് എടുക്കണം. എ ബി സ്റ്റാർ E1 E2 equal to E1 E2 star AB equal to AB എന്ന് പറയും. ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് ഒരു റിസൾട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പരിശോധിക്കാം. നമുക്കിതിലെ ഓരോന്നും എ ബി ആയിട്ടൊന്നും ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ലാസ്റ്റ് എലമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഇപ്പോൾ എങ്ങനെ എടുക്കാൻ സാധിക്കും? സപ്പോസ് എ ബി സ്റ്റാർ E1 E2 equal to AB. ഇപ്പോൾ E1 E2 ആണ് ഇതിൻ്റെ ഐഡന്റിറ്റി എലമെന്റ് എങ്കിൽ എ ബി സ്റ്റാർ E1 E2 ഷുഡ് ബി ഈക്വൽ ടു എ ബി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുന്നത്? ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ പ്ലസ് E1, അടുത്ത സെക്കൻഡ് എലമെന്റ് സമയം ബി പ്ലസ് E2 ഇസ് ഈക്വൽ ടു എ ബി എന്ന് വരും. ഇപ്പോൾ E1 E2 ആണ് ഇതിൻ്റെ ഐഡന്റിറ്റി എലമെന്റ്സ് എങ്കിൽ, ഓർഡേർഡ് പെയർ E1 E2 ആണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇവിടെ രണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർഡേർഡ് പെയർ എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആൻഡ് സെക്കൻഡ് എലമെന്റ്സ് ആർ ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന്, therefore A plus E1 should be equal to the first element A and B plus E2 should be equal to B. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എയുടെ എന്ത് കൂട്ടിയാലാണ് നമുക്ക് എ തന്നെ കിട്ടുന്നത്? സീറോ ആണെന്ന് മനസ്സിലാക്കാം. ആൻഡ് സിമിലർലി E2 ഈസ് ഓൾസോ സീറോ. അപ്പോൾ നമുക്ക് 0 ഇതിൻ്റെ ഒരു ഐഡന്റിറ്റി എലമെന്റ് ആണെന്നാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ ഒരിക്കലും സീറോ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്നാ പറയാം? നോട്ട് ബിലോങ് ടു എൻട്രോസ് എന്ന് പറയാം. എൻട്രോസ് എന്നിലെ ഒരു എലമെന്റ് അല്ല ഒരിക്കലും സീറോ എന്ന് പറയാം. അപ്പോൾ അതിൽ നമുക്ക് എന്താർത്ഥമാക്കാം? ഇതിനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് E1 E2 എന്ന് പറയുന്നത് 0 വരുള്ളൂ. പക്ഷേ ഇവിടെ E1 E2 ഒരിക്കലും ഏതിൽ എൻട്രോസ് എന്നിലെ ഒരിക്കലും ഒരു എലമെന്റ് അല്ല. അതിൽ നമുക്ക് പറയാൻ സാധിക്കും സ്റ്റാർ ഹാസ് നോ ഐഡന്റിറ്റി എലമെന്റ്. അപ്പം ഇവിടെ ഈ ഓപ്പറേഷനിൽ നമ്മൾ കണ്ടു കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ആണ്, പക്ഷേ ഇതിന് ഐഡന്റിറ്റി എലമെന്റ് ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം E1 E2 ഉണ്ടായിരുന്നെങ്കിൽ അത് രണ്ടും 0 ആണ്. പക്ഷേ 0 ഒരിക്കലും എൻട്രോസിന്റെ എലമെന്റ് അല്ല. അതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം സ്റ്റാർ ഹാസ് നോ ഐഡന്റിറ്റി എലമെന്റ്. Look at the 7th question. Show that the number of binary operations on set 1 2 having 1 as identity, 1 as identity means 1 is the identity element and 2 as the inverse of 2 is exactly 1. അതായത് ഇവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, 1 2 എന്ന് പറയുന്ന സെറ്റാണ്. ആ സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ബൈനറി ഓപ്പറേഷൻ്റെ കണ്ടീഷൻ എന്താണ്? 1 ഷുഡ് ബി ദ ഐഡന്റിറ്റി എലമെന്റ് 1 ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടിൻ്റെ ഇൻവേഴ്സ് 2 തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബൈനറി ഓപ്പറേഷൻ ടേബിൾ വരച്ചാൽ സ്റ്റാർ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ സെറ്റിൽ 2 എലമെൻ്റ് ആണ്, ഒന്ന് 1 ഉണ്ട് 2 ഉണ്ട്. ഇവിടെ 1 2 നമ്മളിങ്ങനെ എഴുതും. ഇങ്ങനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻ ടേബിൾ വരയ്ക്കുന്നത്.
ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ ഈ സ്റ്റാറിൻ്റെ നമുക്കറിയാം ഈ എലമെൻറ്റ്സിലെല്ലാം ഈ സെല്ലുകളിലെല്ലാം അല്ലെങ്കിൽ എം ജി സ്പേസുകളിലെല്ലാം നമ്മൾ എഴുതേണ്ട നമ്പേഴ്സ് ഒന്നിൽ 1 അല്ലെങ്കിൽ 2 ഇത് മാത്രമേ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി തോന്നിയ കണക്ക് നമുക്ക് എഴുതാമെന്ന്, പക്ഷേ ഇവിടെ കണ്ടീഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, കണ്ടീഷൻ 1. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് 1 ഷുഡ് ബി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. 1 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ഫില്ല് ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിൻസ് 1 ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ, ഓപ്പറേഷൻ ടേബിൾ ഉണ്ടെങ്കിൽ 1 2 1 2 ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ സാധിക്കുന്ന വിധം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരുമ്പോൾ 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എങ്കിൽ ഇവിടുത്തെ ഈ എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യണം. ഈ കോളത്തിലെ എലമെൻറ്റ് അതുപോലെ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ 1 ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരികയാണ്, ഈ റോയിലെ എലമെൻറ്റ് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ ഒരിക്കലും നമുക്ക് 1 അല്ലാതെ മറ്റൊരു സംഖ്യ എഴുതാൻ പറ്റത്തില്ല, കാരണം 1 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ 2, ഇവിടെയും 2 മാത്രമേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് സംശയമുള്ള മൂന്നാമത്തെ ഇതാണ്, ഈ ലാസ്റ്റ് സെല്ലിൽ എന്ത് എഴുതണമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സെല്ലുകളിൽ നമുക്ക് ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 2 ഇത്ര മതി. പിന്നെ ഇവിടെ നമുക്ക് 1 എഴുതാം 2 എഴുതാം. അതാണ് നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന്. സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് 2 ഈസ് 2. 2ൻ്റെ ഇൻവേഴ്സ് 2 ആയിരിക്കണം. അതുപോലെ വേണം ഇതിലെ എല്ലാ എലമെൻറ്റ്സും പിന്നെ ഫില്ല് ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, എ സ്റ്റാർ എ ഇൻവേഴ്സ് ഷുഡ് ബി ഈക്വൽ ടു ഇ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സിനെ ആ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആയിരിക്കണമെന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 സ്റ്റാർ 2 ഇൻവേഴ്സ് ഷുഡ് ബി ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇങ്ങനെയാണ് നമ്മുടെ ബൈനറി ഓപ്പറേഷൻ ടേബിൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 1 2 ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ നമുക്ക് എഴുതാം. രണ്ടും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 2ൻ്റെ ഇൻവേഴ്സ് 2 ആയിരിക്കണം. ഇവിടെ എന്ത് എഴുതാനേ പറ്റത്തുള്ളൂ? 1 മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. സോ 2 സ്റ്റാർ 2 ഷുഡ് ബി 1, ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് 2 ഷുഡ് ബി 2 ഇറ്റ്സെൽഫ്. 2ൻ്റെ ഇൻവേഴ്സ് 2 ആയിരിക്കണമെങ്കിൽ 2 സ്റ്റാർ 2 ഷുഡ് ബി ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആയിരിക്കണം. അപ്പോൾ ഈ ലാസ്റ്റ് കോളം നമുക്ക് 1 എന്ന് പറയുന്ന ഒരു സംഖ്യ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. Therefore നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ എത്ര തരത്തിൽ എഴുതാമെന്നാണ്. ഇവിടെ എലമെൻറ്റ്സ് പല രീതിയിൽ എഴുതാം. ഈ 2 കണ്ടീഷൻ പിന്നെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട എത്ര തരത്തിൽ നമുക്ക് എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര തരത്തിൽ എഴുതാൻ പറ്റത്തുള്ളൂ? ഒറ്റ ഒരു വിധത്തിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ്, number of binary operations satisfying the condition, satisfying the conditions, that is 1. ഒറ്റ വിധത്തിൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പല എലമെൻറ്റ്സ് എഴുതാതിരിക്കും, പക്ഷേ കണ്ടീഷൻ പറഞ്ഞത് കൊണ്ട് നമുക്കിത് ഒറ്റ വിധത്തിൽ മാത്രമേ എഴുതാൻ പറ്റൂ. സോ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് സാറ്റിസ്ഫൈങ് ദ above 2 condition is only 1. Last question, 8th question. A is set to 1 2 3 4. എന്ന് പറയുന്നത് 1 2 3 4 ആണ്. ഇവിടെ 2 പാർട്ടാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ എ. സെക്കൻഡ് പാർട്ട് റൈറ്റ് എ ബൈനറി ഓപ്പറേഷൻ ആണ് വിത്ത് ഐഡന്റിറ്റി എലമെന്റ് 3. 2 പാർട്ടാണ്. നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. തന്നിരിക്കുന്ന സെറ്റ് ഇതാണ്. സെറ്റ് എ is equal to 1 2 3 4 ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ n എന്ന് പറയുന്നത് 4 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്നോട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 4 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് that can be defined on a, that can be defined on a is equal to n raised to n square. n raised to n square. So what is n here? Here n is 4. 4 raised to 4 square. n raised to n square means 4 raised to 4 square. That is 4 raised to 16. So number of binary operations that can be defined
on this set is 4:16. ഇനി സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ഫോർമുല ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പറയാൻ സാധിച്ചു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. ഇതിൽ നമ്മൾ തന്നെ ഒരു ബൈനറി ഓപ്പറേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് എഴുതണം. എങ്ങനെയായിരിക്കണം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഷുഡ് ബി 3 എന്ന് പറഞ്ഞാൽ കണ്ടീഷനാണ് ഇവിടെ 3 എന്ന് പറയുന്ന എലമെൻറ്റ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരാവുള്ളൂ. അപ്പോൾ നമുക്കൊരു ബൈനറി ഓപ്പറേഷൻ ടേബിൾ വരച്ചാൽ ഇവിടെ സ്റ്റാർ നമുക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്. ഇവിടെ 1 2 3 4 എന്ന് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എലമെൻറ്റ്സ് വന്നു കഴിയുമ്പോൾ ഇവിടെ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ആണ്. ഇവിടെ കണ്ടീഷൻ ഇതാണ്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഷുഡ് ബി 3. ഐഡൻറ്റിറ്റി എലമെൻറ്റ് 3 ആയിരിക്കും. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 3 ആയിരിക്കുമ്പോൾ നമ്മളൊരു ഇത് പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഫില്ല്. അതായത് നമുക്കിവിടെ ഈ 16 empty സ്പേസസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 16 സെൽസ് ഇതിലെ എലമെൻറ്റ്സ് കൊണ്ട് വേണം, എയിലെ എലമെൻറ്റ്സ് കൊണ്ട് ഇവിടെ ഫില്ല് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാം. ഏത് സംഖ്യകളും എഴുതാൻ പറ്റും. 1 2 3 4 ഏത് എലമെൻറ്റും കൊണ്ട് നമുക്ക് ഇവിടെ എഴുതാം. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? 3 ഷുഡ് ബി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് 3 ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരുമ്പോൾ ഇപ്പോൾ 3 ആണ് ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എങ്കിൽ ഇവിടെ വരുന്ന ഈ എലമെൻറ്റ്സ് അതുപോലെ തന്നെ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യണം. 1 2 3 4. ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ 3 കോളം റോയും അതേ എലമെൻറ്റ്സ് ഇവിടെ വരുന്ന എലമെൻറ്റ് ഇങ്ങോട്ട്, ഇവിടെ വരുന്ന എലമെൻറ്റ്സ് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് ഈ 1 2 3 4 അതുപോലെ തന്നെ വന്നു. ഇവിടെ 3 എടുക്കുമ്പോൾ എന്ത് വരും? ഈ റോ അതുപോലെ തന്നെ എഴുതണം. 1 2 3 4 എങ്കിൽ മാത്രമേ ഐഡൻറ്റിറ്റി എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. നോക്കാം, 3 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് ഈ 1 2 3 4 അതുപോലെ തന്നെ ഇങ്ങോട്ട് വരണം. കാരണം 1 സ്റ്റാർ 3 ഷുഡ് ബി 1. അങ്ങനെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആയതുകൊണ്ട്, അപ്പം 3 ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി ബാക്കി കുറേ സെൽസ് കൂടി ഇവിടെ കിടക്കും. ഇതിൻ്റെ ഈ സെല്ല് empty സെല്ലുകൾ കിടക്കും. അപ്പോൾ ഈ empty സെല്ല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 1 2 3 4 എന്ന് പറയുന്ന എലമെൻറ്റിൽ ആ സെറ്റിൽ ഏത് എലമെൻറ്റ് വേണമെങ്കിലും നമുക്കിത് ഫില്ല് ചെയ്യാൻ സാധിക്കും. സോ ഇത് empty cells can be filled with any element of set 1 2 3 4 1 2 3 4 ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇഷ്ടമുള്ളത് എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വരുന്ന ഈ എലമെൻറ്റ്സ് ഒരിക്കലും ഒരു മാറ്റവും വരാൻ പാടില്ല. ബാക്കിയുള്ള സെൽസ് നമുക്ക് ഈ 1 2 3 4 ഏത് എലമെൻറ്റ് വേണമെങ്കിലും ഇട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ ഈ ബൈനറി ഓപ്പറേഷനിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കുറച്ച് അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്യണം. എന്നിട്ട് നോട്ട് ബുക്കിൽ തന്നെ അത് ചെയ്ത് നമ്മൾ ഇനി ക്ലാസ്സുകൾ വരുമ്പോൾ അതിൻ്റെ ആൻസർ എല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം 8 ക്വസ്റ്റ്യൻ കൊണ്ട് ഈ ബൈനറി ഓപ്പറേഷൻ തൽക്കാലം നിർത്തുകയാണ്. ഇനി ഞാൻ തരുന്ന അസൈൻമെൻറ്റ് നല്ലതായിട്ട് എല്ലാവരും ബുക്കിൽ എൻ്റെ അസൈൻമെൻറ്റ് കണ്ടുപിടിച്ച് ആൻസർ എഴുതിക്കൊണ്ട് വരാം. താങ്ക് യു.